നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയുന്ന വിഷയം 2026 വിഷുഫലം, മൂലം നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് പറയുന്നത്. മൂലം നക്ഷത്രക്കാർ, മറ്റ് നക്ഷത്രക്കാരുടെ വിഷുഫലം ഞാൻ ഓരോ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ മൂല നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു അല്ലെങ്കിൽ സംക്രമിക്കുന്നു. അന്നാണ് സാധാരണ നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം വിഷു ഏപ്രിൽ 15 കാരണം അന്ന് സൂര്യന്റെ ഈ മേടൻ രാശി പ്രവേശനം രാവിലെ 9 മണിക്ക് ശേഷമാണ്. അപ്പൊ 9 മണിക്ക് മുമ്പ് സൂര്യോദയം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏപ്രിൽ 14 എന്നത് ഏപ്രിൽ 15 മാറ്റുന്നത് വിഷു. അപ്പോ വിഷു ഈ സൂര്യന്റെ മേടൻ രാശി സംക്രമണം അനുസരിച്ചുള്ള ഒരു പ്രക്രിയയാണ്. അപ്പൊ ഇതില് പഞ്ചാംഗ വിധി പ്രകാരം സൂര്യൻ സംക്രമിക്കുന്ന ആ സംക്രമ പുരുഷന്റെ സമയം അനുസരിച്ച് അല്ലെങ്കിൽ ലക്ഷണം അനുസരിച്ച് നക്ഷത്രങ്ങളെ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. പഞ്ചാംഗ വിധിപ്രകാരം രണ്ടായിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത്. ഒന്ന് ശൂലമെന്നും മറ്റൊന്ന് ഷഡ്ഗമെന്നുമാണ് വേർതിരിച്ചിട്ടുള്ളത്. ശൂലത്തിൽ 9 നക്ഷത്രങ്ങളും ഷഡ്ഗത്തിൽ 18 നക്ഷത്രങ്ങളുമാണ് ഈ വിഷുഫലമായി ഈ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് വേർതിരിച്ചിട്ടുള്ളത്. അതില് ശൂലത്തിൽ തന്നെ ആദിശൂലമെന്നും മധ്യശൂലമെന്നും അതുകൂടാതെ അന്ത്യശൂലമെന്നും വേർതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷഡ്ഗത്തിലും ആദിഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗമെന്നും വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ സംക്രമ പുരുഷന്റെ സംക്രമണം ആ സമയത്തിന്റെ ലക്ഷണം അനുസരിച്ച് ഈ ശൂലത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് 9 നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല. എന്നാൽ ഈ ഷഡ്ഗത്തിൽ വരുന്ന 18 നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം വളരെ ഗുണകരമാണ്. എല്ലാ നക്ഷത്രക്കാർക്കും ഈ 27 നക്ഷത്രക്കാർക്കും ഗുണകരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പറ്റില്ല. എല്ലാവർക്കും ഈ 27 നക്ഷത്രക്കാർക്കും വിഷുഫലമായിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുമെന്ന് പറയുന്നത് ഇങ്ങനെ അവരെ പറ്റിക്കലാണ്. അത് എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മയുള്ള കാര്യമുള്ളത് പോലെയാണ് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ചില നക്ഷത്രക്കാർക്ക് ഗുണമുണ്ടാവും, ചിലവർക്ക് ദോഷവും ഉണ്ടാവും. അപ്പൊ ദോഷം ഉണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തിയാൽ ഇവരെ സംബന്ധിച്ച് ആ ദോഷത്തിൽ നിന്ന് ഇവർക്ക് മുക്തി നേടാനായിട്ട് കഴിയുന്നതുമാണ്. അപ്പോ എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും ഒക്കെ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. എല്ലാ ദിവസവും എൻ്റെ വീഡിയോ യൂട്യൂബിൽ വരുന്നുണ്ട്, അത് കാണണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അപ്പൊ 2026 വിഷുഫലം മൂലം നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ചാണ് ഈ പറയുന്നത്. അത് പഞ്ചാംഗ വിധി പ്രകാരമാണ് കേട്ടോ. അപ്പൊ സൂര്യന്റെ മേടൻ രാശി സംക്രമം അനുസരിച്ച് സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ചുള്ള കാര്യം തൃക്കേട്ട നക്ഷത്രക്കാർ
ഇവർ അന്ത്യഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രമാണ്. അത് സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് ഈ മൂല നക്ഷത്രക്കാർ അന്ത്യഷഡ്ഗത്തിലാണ് വരുന്നത്. ഇവരെ സംബന്ധിച്ച് ലോക ബഹുമാനങ്ങൾ കിട്ടുന്ന സമയമാണ്. ലോക ബഹുമാനങ്ങൾ ഇവരെ അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ ലോക ബഹുമാനങ്ങൾ ഇവരെ തേടി വരും. അങ്ങനത്തെ ഒരു ഇതാണ് ഇവരെ സംബന്ധിച്ച്. പൊതുജന മധ്യത്തിൽ ഇവർ ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരായി മാറും. പൊതുജന മധ്യത്തിൽ നേതൃസ്ഥാനങ്ങൾ വഹിക്കാനിട വരും. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക്, പൊതുപ്രവർത്തകർക്ക് ഒക്കെ വളരെ അനുകൂലമായ ഒരു സമയമാണ്. ഈ മൂലനക്ഷത്രക്കാരുടെ കാര്യമാണ് കേട്ടോ പറയണത്, അല്ലാതെ മൊത്തത്തിലുള്ള എല്ലാവരുടെ കാര്യമല്ല, മൂലനക്ഷത്രക്കാരുടെ കാര്യമാണ്. ഇവരെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ പേരും പ്രശസ്തിയും നേടാൻ കഴിയുന്ന ഒരു അവസരമാണ്. ഇവര് നേതൃസ്ഥാനങ്ങൾ വഹിക്കേണ്ടതായിട്ട് വരും. ഇവർക്ക് പലർക്കും നേതൃസ്ഥാനത്ത് എത്തേണ്ട അവസ്ഥ വരുന്നതാണ്. ഇവരുടെ വാക്കുകൾക്ക് പൊതുവിൽ വില കൽപ്പിക്കുന്ന അല്ലെങ്കിൽ വില കൽപ്പിക്കപ്പെടും. അതായത് ഇവരുടെ വാക്കുകൾക്ക് ഒരു വിലയുണ്ടാവും. ജോലിയിൽ ഉന്നതമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ജോലി ചെയ്യുന്നവർ അവർക്ക് തന്റെ ജോലിയിൽ നല്ല ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് പ്രമോഷൻ, സ്ഥാനമാനങ്ങൾ, ശമ്പള വർധന എന്നിവ കിട്ടാനും ഇട വരുന്നതാണ്. മേലുദ്യോഗസ്ഥന്മാരുടെ പ്രശംസ ഇവർക്ക് കിട്ടുകയും ചെയ്യും. ഇവരുടെ മുകളിൽ മേലുദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ജോലിസ്ഥലത്ത് അവർക്ക് പേരും പ്രശസ്തിയും അവരിൽ നിന്നും കിട്ടാനിട വരും. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്യാൻ ഇവർക്ക് കഴിയും. അത് ചെയ്ത് തീർക്കും, ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാൻ കഴിയും ഇവരെ സംബന്ധിച്ച്. മംഗളകർമ്മങ്ങളിൽ ഇവർ ചെന്ന് പങ്കെടുക്കും. മംഗളകരമായ കാര്യങ്ങളിൽ ഇവർ ചെന്ന് പങ്കെടുക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. വിവാഹ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാവും. ഈ പ്രേമിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രേമകാര്യങ്ങളിലെല്ലാം നല്ല ഒരു അവസ്ഥയുണ്ടാകുന്ന സമയമാണ് ഈ വിഷുവലം. പ്രേമവിവാഹങ്ങളൊക്കെ നടക്കാവുന്ന അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്പൊ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലെത്താൻ ഇവർക്ക് കഴിയും. ഗ്രഹസംബന്ധമായ തീരുമാനങ്ങൾ പലതും ഇവർ എടുക്കും. ഒരു വീടാകുമ്പോൾ പല കാര്യങ്ങളും തീരുമാനത്തിലൊക്കെ എടുക്കേണ്ട അവസരങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഗ്രഹസംബന്ധമായി പല കാര്യങ്ങളിലും ഇവർക്ക് പല തീരുമാനങ്ങളിലും എത്താൻ കഴിയുന്നതാണ്. കുടുംബാംഗങ്ങൾ വഴി കുടുംബാംഗങ്ങളുമായി ഒത്തുകൂടാനും അവരുമായി നല്ല സമയങ്ങൾ ചെലവഴിക്കാനും ഇവർക്ക് അവസരങ്ങൾ കിട്ടുന്നതാണ്. കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്ന് ഉല്ലാസയാത്രയോ അതേപോലെ തന്നെ മറ്റ് തീർത്ഥയാത്രകളോ ഒക്കെ പോകാനായിട്ടുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഭൂമി വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയും. ഭൂമി സംബന്ധമായ വിഷയങ്ങൾ ഇവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഈ സമയം. സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകുന്ന അവസ്ഥ വിഷുഫലമായി ഇവർക്ക് ഉണ്ടാകുന്നതാണ്. സഹോദര ബന്ധങ്ങൾ ദൃഢമാകുന്ന അവസ്ഥയുണ്ടാവും. സഹോദരന്മാരിൽ നിന്നൊക്കെ തന്നെ സഹോദരന്മാരായിട്ട് നല്ല വിധത്തിൽ കൂടിച്ചേർന്ന് ഇടപഴകി കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള അവസരങ്ങളെല്ലാം വിഷുഫലമായി വന്നു ചേരുന്നതാണ്. സുഹൃത്തുക്കളുമായി ഒത്തുകൂടാൻ അവസരങ്ങൾ വരും ഇവരെ സംബന്ധിച്ച്. ഞാൻ ഈ മൂലനക്ഷത്രക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ സഹോദര ബന്ധങ്ങളും അതേപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ നല്ല വിധത്തിൽ ബന്ധപ്പെട്ട് ഒത്തുകൂടാനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ചെയ്യുന്ന കാര്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും. പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ, പുണ്യ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ, അതേപോലെ തന്നെ ദർശനയാത്രകൾക്കായി പുറപ്പെടാൻ
ഒക്കെ ഇവർക്ക് കഴിയുന്ന അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക്, പൊതുപ്രവർത്തകർക്ക്, കലാകാരന്മാർക്ക് മുതലായവർക്ക് ഈ വിഷുഫലം വളരെ ഗുണം ചെയ്യുന്ന അവസരങ്ങളും വന്നു ചേരും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർക്ക് നേതൃസ്ഥാനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ അവസരങ്ങൾ വന്നു ചേരുമെന്ന് ഞാൻ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ച്, ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ ഉത്തരവാദിത്തപരമായ ചില കാര്യങ്ങൾ ഇവരിലേക്ക് വരും. അവർ പൊതുജനങ്ങളുടെ മുന്നിൽ ആദരിക്കപ്പെടുകയും അവർക്ക് ജനസമ്മതി കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും ഈ മൂലം നക്ഷത്രക്കാരായ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകുന്നതാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.